വയനാട് മേപ്പാടിയിൽ വീണ്ടും കാട്ടാന. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനയെ തുരത്തണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. അനീസലി വിവരങ്ങൾ നൽകാനായി ചേരും. അനീസലി, സ്ഥിരമായി കാട്ടാന ശല്യം ഉണ്ടാകുന്ന മേഖലയാണോ? ഇപ്പോൾ ആനയെ തുരത്താൻ സാധിച്ചിട്ടുണ്ടോ? ജിൽസി, ഇന്നലെയാണ് ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്. ജനവാസ കേന്ദ്രമാണ്, മേപ്പാടിയിലാണ്, തഞ്ഞിലോട് ജനവാസ കേന്ദ്രത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. ഈ ആന എരുമക്കല്ലിയിൽ അറുമുഖനെ കഴിഞ്ഞ മാസം കൊലപ്പെടുത്തിയ കാട്ടാന തന്നെയാണ് എന്നാണ് ഇതിന്റെ സവിശേഷതകൾ വെച്ചുകൊണ്ട് നാട്ടുകാർ പറയുന്നത്. എന്തായാലും കടുത്ത ഭീതിയിലാണ് ജനങ്ങൾ എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ ജനവാസ കേന്ദ്രത്തിൽ ആന തുടരുന്നതിനെ തുടർന്ന് ഈ അറുമുഖനെ ആന കൊന്നതിന് ശേഷം പ്രദേശത്ത് കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ വനംവകുപ്പ് നടത്തിയിരുന്നു. പിന്നീട് പക്ഷേ ജനവാസ കേന്ദ്രത്തിൽ തങ്ങുന്നതായി ആനയെ കണ്ടെത്തിയില്ല. അതേ തുടർന്ന് ഒരാഴ്ചക്ക് ശേഷം 2 ആഴ്ചയോളം തെരച്ചിൽ നടത്തിയതിനു ശേഷമാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. പക്ഷേ ഇപ്പോ ഈ കാട്ടാന വീണ്ടും ഈ പ്രദേശത്ത് ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് ജനവാസ കേന്ദ്രത്തിലാണ്, പക്ഷേ സമീപത്തായി കാടുണ്ട്. ഈ കാട്ടിൽ നിന്ന് ആന ഇറങ്ങുകയും കാട്ടിലേക്ക് തന്നെ തിരിച്ചു കയറുകയും ചെയ്യുക എന്നതാണ് സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ അറുമുഖന്റെ ആ മരണം സംഭവിച്ച സന്ദർഭത്തിൽ തന്നെ ഇത് വ്യാപകമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നതാണ്. കാരണം ജനവാസ കേന്ദ്രത്തിൽ തന്നെ ആന ഇറങ്ങുക എന്നതില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആനയെ പിടികൂടാനോ അല്ലെങ്കിൽ പിന്നീട് കാട്ടിലേക്ക് കയറ്റുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് ആന തന്നെ സ്വയം നാട്ടിലേക്ക് ഇറങ്ങുകയും പിന്നീട് കയറി പോവുകയും വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിരം ആനത്താര എന്ന രീതിയിലാണ് ആ മേഖലയുള്ളത്. പൂർണ്ണമായ രീതിയിൽ ഫെൻസിംഗ് നടത്തുക എന്നത് ഏക്കർ കണക്കിന് ദൂരത്തോളം ഫെൻസിംഗ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. ഇത് മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമുള്ളൂ. എന്തായാലും ഇപ്പോൾ പ്രദേശത്ത് കാട്ടാന ഇന്നലെ കൂടി ഇറങ്ങി എന്നതോടുകൂടി ജനങ്ങൾ വീണ്ടും കടുത്ത ഭീതിയിലായിട്ടുണ്ട്. വനംവകുപ്പിനെതിരെ കടുത്ത പ്രതിഷേധവും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ജിൽസി, ശരി, അനീസലിയാണ് വിവരങ്ങൾ നൽകിയത്.